പച്ചമാങ്ങയിട്ട് നെത്തോലി മീൻ പീര വറ്റിച്ചത്. മീൻ ഉപ്പിട്ട് കഴുകി മാറ്റി വച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. കൂടാതെ ചിരകിയ തേങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചെറുതായി സ്ലൈസ് ചെയ്തും ചോപ്പ് ചെയ്തും എടുത്തിരിക്കുകയാണ്. എന്നാൽ മാത്രമേ പെട്ടെന്ന് ചതഞ്ഞു ചേരുകയുള്ളൂ. മിക്സി ജാറിലേക്ക് ഇതൊക്കെയാണ് ആദ്യം ഇട്ടു കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. ഒരു 4 പ്രാവശ്യം ഞാൻ പൾസ് ചെയ്തെടുത്തു. ഈ ടെക്സ്ചറിൽ അരപ്പ് കിട്ടേണ്ടത്. മീൻ വയ്ക്കുന്ന ചട്ടിയിലേക്ക് അരപ്പിട്ട് കൊടുക്കുകയാണ്. ജാറിൽ ബാക്കിയുള്ള അരപ്പ് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കുന്നില്ല. ഇത്രയും വെള്ളം മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഈ റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി ഇതാണെന്ന് തന്നെ പറയാം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുകയാണ്. പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. തിരുമ്മിയെടുക്കുക എന്ന് പറയത്തില്ലേ, അതേമാതിരി ചെയ്യണം. അതുകൊണ്ട് തന്നെ മീൻ കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം മിക്സ് ചെയ്യാമെന്ന് കരുതരുത്, മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം തന്നെ അരപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തു കൊടുക്കണം. ഇനി വളരെ സൂക്ഷിച്ച് സാവകാശം മീൻ ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കണം. മിക്സി ജാറിൽ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിലും മീനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളത്തിലും കിടന്നാണ് ഈ മീൻ വേകുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തു കൊടുക്കാം. സിമ്മറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. 20 മിനിറ്റാണ് ഇത് വേകാൻ സമയമെടുക്കുന്നത്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും അത് ഓപ്പൺ ചെയ്ത് ഒന്ന് ടോസ് ചെയ്ത് വെക്കണം. സ്പൂൺ കൊണ്ട് ഇളക്കാൻ പാടില്ല. ഇതേമാതിരി ആ മീനൊന്ന് ടോസ് ചെയ്ത് വെക്കണം. വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും തുറന്ന് പഴയതുപോലെ തന്നെ ടോസ് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാനേ പാടില്ല. അനക്കാതെ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതേമാതിരി ചെയ്തു കൊടുക്കണം. ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കണം. ഇവിടെ വേറെ താളിക്കുന്നതൊന്നുമില്ല. പച്ച വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതിനുശേഷം ഒന്നുകൂടി ടോസ് ചെയ്ത് കൊടുക്കണം. എണ്ണ എല്ലായിടത്തും ഒന്ന് എത്തിക്കോട്ടെ. ഈ വീഡിയോ കാണുന്നവർ എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് മറ്റ് വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇനി സ്പൂൺ വെച്ച് സൈഡിലുള്ള അരപ്പൊക്കെ ഒന്ന് അടുത്തു കൂട്ടാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ് കഴിഞ്ഞാൽ ചട്ടിയുടെ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുന്നതാണ് നല്ലത്. വേറൊന്നുമല്ല, ടേസ്റ്റ് നന്നായി അറിഞ്ഞ് കഴിക്കാൻ പറ്റും, അതാണ്. മീൻ പീര വറ്റിച്ചതിൻ്റെ വേറെയും റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. ഷോർട്ട് വീഡിയോസ് ഒന്നും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല. നെത്തോലി പീര വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.